പിണറായിയുടെ വീട്ടുപടിക്കൽ ഇ ഡി. കണ്ണൂരിലെ പാണ്ഡ്യാലയിലുള്ള പിണറായി വിജയന്റെ വീടിന് അടുത്തുവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തി. പക്ഷേ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറിയില്ല. അവിടുത്തെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കുക എന്നുള്ളതായിരുന്നു കൊച്ചിയിൽ നിന്ന് വന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ടീമിന്റെ ലക്ഷ്യം. അവർ രണ്ട് ഇടത്ത് പോയി. ഒന്ന് പാതിരിയാട് വില്ലേജ് ഓഫീസ്, രണ്ട് പിണറായി വില്ലേജ് ഓഫീസ്. ഈ രണ്ട് വില്ലേജ് ഓഫീസുകളിലായി പോയതിനു ശേഷം അവർ വീണ വിജയനും പിണറായി വിജയനും എത്രത്തോളം വസ്തുവകകൾ കണ്ണൂരിൽ ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് വിശദമായ പരിശോധന ആരംഭിച്ചു. പാതിരിയാട് വില്ലേജ് ഓഫീസിൽ പോയി അവിടെ ഇ ഡി ഉദ്യോഗസ്ഥർ വില്ലേജ് ഓഫീസറായിട്ടുള്ള സന്തോഷ് കുമാറിനൊപ്പം പ്രതിപക്ഷ നേതാവിൻ്റെ വീടിനടുത്തുള്ള വസ്തു പരിശോധിച്ചു. വില്ലേജ് ഓഫീസിലെ ആധാരങ്ങൾ പരിശോധിച്ചു. അതേപോലെ തന്നെ രണ്ടാമതായി പോയത് പാതിരിയാട് വില്ലേജ് ഓഫീസിലാണ്. അവിടെ പിണറായി വിജയന്റെയും വീണ വിജയന്റെയും അടക്കമുള്ള വസ്തുക്കൾ എത്രയുണ്ട്, എത്ര സെന്റ് വസ്തുവാണുള്ളത് എന്നതിനെ സംബന്ധിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും രേഖകളും പരിശോധിച്ചു. പിണറായി വൈദ്യുതി സബ് സ്റ്റേഷന് സമീപമുള്ള വീണയുടെ പേരിൽ 80 സെന്റ് വസ്തുവുണ്ട്. ആ വസ്തുവിന്റെ ആധാരങ്ങളടക്കമുള്ളവ ഇ ഡി പരിശോധിക്കുകയും ചെയ്തു. പിണറായി പാണ്ഡ്യാലമുക്കിലാണ് ഈ പറയുന്ന 80 സെന്റ് വസ്തു ഉള്ളത്. ആ വസ്തുവിന്റെ വിശദാംശങ്ങൾ എടുത്തു. പിണറായി വിജയന്റെ പേരിൽ എത്ര സെന്റ് വസ്തുവുണ്ട്, എത്ര ഏക്കർ വസ്തുവുണ്ട്, പിണറായി വിജയന്റെ മകന്റെ പേരിൽ എത്ര വസ്തുവുണ്ട്, കമലയുടെ പേരിൽ ഭാര്യയുടെ പേരിൽ എത്ര വസ്തുവുണ്ട്, അങ്ങനെ പിണറായി കുടുംബത്തിന്റെ പേരിൽ എത്ര വസ്തുവുണ്ട്, അതിന്റെ വിശദാംശങ്ങളാണ് ഇ ഡി ഇന്നലെ ശേഖരിച്ചത്. പിണറായി വിജയന്റെ വീട്ടുവാതിക്കൽ വരെയാണ് കൊച്ചിയിൽ നിന്നുള്ള ഈ സംഘം എത്തിയത്. എന്നാൽ വീടിനകത്തേക്ക് കയറേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല, അത്തരത്തിലുള്ള പരിശോധനയുടെ ആവശ്യമുണ്ടായിരുന്നില്ല. അവർക്ക് അറിയേണ്ടത് പിണറായി വിജയന് കണ്ണൂരിൽ എത്ര വസ്തുവുണ്ട്, എത്ര ആരുടെ എല്ലാം പേരിൽ എത്രയെല്ലാം വസ്തുവുണ്ട് എന്നതാണ് കൊച്ചിയിൽ നിന്ന് വന്ന ഈ സംഘത്തിന് അറിയേണ്ടിയിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് അവർ കൃത്യമായി 2 വില്ലേജ് ഓഫീസുകളിലായി എത്തുകയും ആ 2 വില്ലേജ് ഓഫീസുകളുടെ കീഴിലാണ് പിണറായി വിജയന്റെ മക്കളുടെയും വസ്തുവകൾ ഉള്ളത്, പ്രത്യേകിച്ച് വീണയുടെയും. അതുകൊണ്ട് ഈ 2 വില്ലേജ് ഓഫീസുകളിലും പാതിരിയാട് വില്ലേജ് ഓഫീസിലും പിണറായി വില്ലേജ് ഓഫീസിലും എത്തിയിട്ടാണ് ഈ ഉദ്യോഗസ്ഥർ വസ്തുവകകളുടെ വിശദാംശങ്ങൾ ശേഖരിച്ചത്. നമുക്കറിയാമല്ലോ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ വിജയനെ 3 തവണയാണ് ചോദ്യം ചെയ്തത്. ആദ്യത്തെ ചോദ്യം ചെയ്യൽ മെയ് 27-ന് പ്രതിപക്ഷ നേതാവ് താമസിച്ചിരുന്ന ബേക്കർ ജംഗ്ഷനിലെ, തിരുവനന്തപുരത്തെ ബേക്കർ ജംഗ്ഷനിലെ വീട്ടിൽ വെച്ചായിരുന്നു. അവിടെ വെച്ചാണ് പ്രാഥമികമായ ചോദ്യം ചെയ്യൽ ഉണ്ടായത്. വീണയുടെ ഫോൺ അടക്കം പിടിച്ചെടുക്കുന്നത് മെയ് 28-നാണ്. അതിനുശേഷം നടന്ന കാര്യങ്ങളെല്ലാം നമുക്കറിയാമല്ലോ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സഞ്ചരിച്ച വാഹനങ്ങൾ DYFI CPM പ്രവർത്തകർ ആക്രമിച്ചതും അതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 25ഓളം പ്രതികൾ ഇപ്പോഴും റിമാൻഡിൽ കഴിയുകയാണ്. അവർക്ക് ഇതുവരെ പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് 2 തവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ തൈക്കണ്ടിയിലെ കൊച്ചിയിലേക്ക് സമൻസ് അയച്ച് വിളിച്ചു വരുത്തിയിരുന്നു. ഈ 2 ചോദ്യം ചെയ്യൽ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. എത്ര വസ്തുവകകൾ വീണയുടെ പേരിൽ കണ്ണൂരിലുണ്ട്, അതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ശേഖരിക്കുക. ഒപ്പം പിണറായി വിജയന്റെ പേരിൽ എത്ര വസ്തുവുണ്ട്, അത് എന്ന് വാങ്ങിയതാണ്, എന്നാണ് അതിന്റെ ആധാരം എഴുതിയത് തുടങ്ങിയിട്ടുള്ള എല്ലാ സൂക്ഷ്മ വിശദാംശങ്ങളും ഇ ഡി ശേഖരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ വസ്തുവകൾ വാങ്ങിയതിന്റെ സ്രോതസ് കണ്ടെത്തുക എന്നുള്ളതാണ് ഇ ഡിയുടെ ഈ പരിശോധനയുടെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ എത്തിക്കഴിഞ്ഞത്. നമുക്കറിയാവുന്നത് പോലെ തന്നെ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണയെ തിരുവനന്തപുരം MG റോഡിലുള്ള അവരുടെ HDFC ബാങ്കിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. നേരത്തെ ചോദ്യം ചെയ്യലിന് മുന്നോടിയായി അന്ന് വീണ വിജയന്റെ ബാങ്ക് ലോക്കർ തുറക്കുകയും ആ ലോക്കർ തുറന്ന് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് വീണയെ വീണ്ടും വിളിച്ചു വരും. അങ്ങനെ വീണയെ 3ാമതും ചോദ്യം ചെയ്തു. ഇനി ഉടൻ തന്നെ വീണയെ സമൻസ് അയച്ച് വിളിച്ചു വരുത്തും. അതിന് മുന്നോടിയായി എല്ലാ തരത്തിലുള്ള വസ്തുവകകളുടെയും ആസ്തികളുടെയും വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഇ ഡിയുടെ മുന്നിലുള്ള ലക്ഷ്യം. ആ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് ആണ് പിണറായിയുടെ കണ്ണൂരിലുള്ള ഈ വസ്തുവകകളുടെ വിശദാംശങ്ങൾ ശേഖരിക്കാൻ കൊച്ചിയിൽ നിന്നുള്ള എൻഫോഴ്സ്മെന്റ് സംഘം എത്തിയിട്ടുള്ളത്. ഇനി അടുത്ത തവണ, അതായത് വീണയെ
നാലാമതായി ചോദ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള പിണറായിയിലെ വസ്തുവകകളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം തീർച്ചയായും ഉണ്ടാകും. അതിൽ എങ്ങനെയാണ് വീണയ്ക്ക് 80 സെന്റ് വസ്തു വന്നത്? അത് പുതിയതായി വാങ്ങിയതാണോ അതോ പാരമ്പര്യമായി ലഭിച്ച വസ്തുവാണോ തുടങ്ങിയിട്ടുള്ള വിശദാംശങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് ലഭിച്ച വിവരങ്ങളെല്ലാം തന്നെ വെച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണയോട് ചോദിക്കും. അതിന് തൃപ്തികരമായ മറുപടി വീണയ്ക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ നേരത്തെ തന്നെ 2 ചോദ്യങ്ങൾക്ക് വീണയ്ക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. ഒന്ന്, CMRലുമായി ബന്ധപ്പെട്ട് 2,78,00,000 രൂപയുടെ എന്ത് സേവനമാണ് വീണ നൽകിയത് എന്നുള്ള ചോദ്യത്തിന് ഇന്നേ വരെ ഉത്തരം കിട്ടിയിട്ടില്ല. രണ്ടാമതായി, CMRന്റെ അനുബന്ധ കമ്പനിയായിട്ടുള്ള എംപവർ ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് 50 ലക്ഷം രൂപ വീണ വായ്പ വാങ്ങിയിരുന്നു. ആ വായ്പ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള ചോദ്യത്തിനും മറുപടി ലഭിച്ചിട്ടില്ല. ആ വായ്പയിലെ 4 ലക്ഷം രൂപ മാത്രമേ വീണ തിരിച്ചടച്ചിട്ടുള്ളൂ. ബാക്കി പണം എന്തുകൊണ്ട് തിരിച്ചടച്ചില്ല, എന്തിനാണ് ഈ വായ്പ വാങ്ങിയത് എന്നീ 2 ചോദ്യങ്ങൾക്ക് വീണയ്ക്ക് ഈ 3 തവണയും ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. ഇനി അടുത്ത ചോദ്യം ചെയ്യലിൽ ഈ 2 ചോദ്യങ്ങൾക്ക് പുറമെ ഒരു ചോദ്യം കൂടി ഒരുപക്ഷെ വീണയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. എന്താണ് ഈ 80 സെന്റ് വസ്തു വാങ്ങിക്കാനുള്ള സാമ്പത്തിക സ്രോതസ്? അത് എങ്ങനെ ലഭിച്ചു? അതോ പരമ്പരാഗതമായി കുടുംബ പാരമ്പര്യമായി ലഭിച്ച വസ്തുവാണോ? തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളും അടുത്ത തവണ തീർച്ചയായിട്ടും വീണയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. അത്തരത്തിലുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വീകരിച്ചിട്ടുള്ളത്. അടുത്ത തവണ വീണയെ ചോദ്യം ചെയ്യുമ്പോൾ ഈ വസ്തുവകകളുടെ അടിസ്ഥാനത്തിൽ കൂടി വീണയെ ചോദ്യം ചെയ്യുക എന്നുള്ളതായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ടാണ് കണ്ണൂരിൽ പിണറായിയുടെ വീടിന് അടുത്തുവരെ ED എത്തി ഇത്തരം വിശദാംശങ്ങൾ ശേഖരിച്ചിരിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.